ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 9. യുക്തിവാദത്തെ നിരസിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യം. ഒരു ട്രാഫിക് പോലീസ് ഓഫീസർ വാഹനം ഓടിച്ച ഒരു സ്ത്രീയോട് അവളെ എന്തിനാണ് തടഞ്ഞത് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഒരു വിവരവുമില്ല എന്നവൾ ഒരമ്പരപ്പോടെ പറഞ്ഞു. മാഡം, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സന്ദേശം അയക്കുകയായിരുന്നു. ആ ഓഫീസർ വളരെ മൃദുവായി അവളോട് പറഞ്ഞു, അല്ല അതൊരു ഇമെയിൽ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മൊബൈൽ തെളിവിനായി ഉയർത്തിപ്പിടിച്ചു. വാഹനം ഓടിക്കുമ്പോൾ സന്ദേശങ്ങൾ അയക്കുന്നതിനെ നിരോധിക്കുന്ന നിയമങ്ങൾ ഉള്ളിടത്ത് ഇമെയിൽ അയക്കുവാൻ മൊബൈൽ ഉപയോഗിക്കുക എന്നത് അനുവദനീയമായ ഒന്നല്ല. നിയമത്തിൻ്റെ ഉദ്ദേശം സന്ദേശം ടൈപ്പ് ചെയ്യുന്നത് തടയുകയല്ല, മറിച്ച് അശ്രദ്ധമായ ഡ്രൈവിംഗ് തടയുകയാണ്. യേശു അക്കാലത്തുണ്ടായിരുന്ന മത നേതാക്കന്മാരെ ഇത്തരം പഴുതുകൾ ഉണ്ടാക്കുന്നതിന് നന്നായി വിമർശിച്ചിരുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന കൽപ്പന തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി എന്നവിടുന്ന് പറഞ്ഞു. മതഭക്തി എന്ന കപടവേഷം ധരിച്ച് ഈ ധനികരായ നേതാക്കൾ അവരുടെ കുടുംബങ്ങളെ തള്ളിക്കളയുകയായിരുന്നു. അവരുടെ പണം ദൈവത്തിനായി സമർപ്പിച്ചതാണെന്നും അതിനാൽ അപ്പനെയും അമ്മയെയും അവരുടെ വാർദ്ധക്യത്തിൽ സഹായിക്കേണ്ടെന്നും അവർ പ്രസ്താവിച്ചു. യേശു പെട്ടെന്ന് തന്നെ പ്രശ്നത്തിൻ്റെ ഉത്ഭവത്തിലെത്തി. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു എന്ന് പറഞ്ഞു. അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല, മാതാപിതാക്കളെ അപമാനിക്കുകയും ചെയ്തു. യുക്തിവാദം വളരെ സൂക്ഷ്മമായിരിക്കാം. അതിലൂടെ നാം കർത്തവ്യങ്ങളെ മറക്കുകയും സ്വാർത്ഥതയെ പടർത്തുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ പെരുമാറ്റത്തെയാണ് കാണിക്കുന്നതെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ നല്ല ഉപദേശങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലും നമ്മുടെ സ്വാർത്ഥ ചിന്തകളെ മാറ്റുവാനുള്ള അവസരം യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ യുക്തിയെ ഉപയോഗിക്കുന്നത്? ഈ യുക്തി എങ്ങനെയാണ് ബൈബിളിലെ ജ്ഞാനത്തോട് പൊരുത്തപ്പെടുന്നത്? ദൈവത്തിന് മഹത്വം.